ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്. ബസ്സുകൾ വരുന്ന ഷെൽട്ടറിങ് ഏരിയ ആണ്. ഓൺലി ഓതറൈസ്ഡ് ബസ് എൻട്രി. വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഉണ്ടല്ലേ. ഇത് ബസ്സുകൾ, ട്രാവലറുകൾ ഇതൊക്കെ വന്ന് നിൽക്കുന്ന സ്ഥലമാണേ. ഉണ്ടോ, ഗുജറാത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന ഈ റീജിയണിലുള്ള പോകുന്ന വണ്ടികൾ നിൽക്കുന്ന സ്ഥലമാണ്. ടോയ്ലറ്റ് ബ്ലോക്ക്, ഡ്രിങ്കിങ് വാട്ടർ ഏരിയ. ഇതൊക്കെ സീസൺ കഴിഞ്ഞ ഇവിടെ ഇങ്ങനെ വണ്ടികളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതൊക്കെ ഈ ഒരു പ്രോഗ്രാമുമായി ഫെസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാക്കപ്പെട്ടതാണ്. സീസണിൽ ഉപയോഗിക്കുന്ന സംഭവമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെയുള്ള ഈ ബസ് പുറത്തുനിന്ന് വരുന്നതല്ല, നമുക്ക് ഈ കൾച്ചറൽ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള ബസ്സാണ് കേട്ടോ. ഇതിന് കയറിയിട്ട് വേണം നമുക്ക് പോകാൻ. ഗൈസ്, നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് കണ്ടില്ലേ, വലിയൊരു ഉപ്പുപാടത്തിൻ്റെ അടുത്താണ്. ഇവിടെയാണ് ഈ ഫെസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൾച്ചറൽ പ്രോഗ്രാം നടക്കുന്നത്. ഇവിടെയാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. പിന്നെ എന്താ ഒക്കെ പരിപാടിയെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമുക്കൊരു 8 മണി വരെ ഇവിടെ ചിലവഴിക്കാനുള്ള സമയം തന്നിട്ടുണ്ട്. നമ്മളിപ്പം അവിടെ നിന്ന് വന്നിരിക്കുന്ന ഇവർ തയ്യാറാക്കിയിരിക്കുന്ന പ്രത്യേക ബസ്സിലാണ് ഇവിടെ വന്നത്. ആ ബസ്സിലൂടെ ഇറങ്ങി ഇനി നമുക്ക് തിരിച്ചു പോകാൻ ടിക്കറ്റൊന്നും വേണ്ട. ആ ബസ്സിൽ നമുക്ക് ബസ് സ്റ്റാൻഡ് വരെ അങ്ങോട്ടേക്കും തിരിച്ചു പോകാൻ പറ്റും. നമ്മൾ ഇനിയിപ്പം ഈ കൾച്ചർ പ്രോഗ്രാം കാണാൻ വേണ്ടി പോവാണ്. നമ്മുടെ സെറ്റൊക്കെ ഇവിടെ റെഡിയാണ് കേട്ടോ. എല്ലാവരും ഇവിടെ റെഡിയാണ്. ഓക്കെ, ഇത് ഷീന, മിനി, ഹലോ. പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ധാരാളം കുതിരകളുണ്ട്, പിന്നെ ഒട്ടകങ്ങളുണ്ട്, അങ്ങനെ കുറേ പരിപാടി ഉണ്ട് കേട്ടോ. ഈ ഡെസേർട്ടിലാണല്ലോ ഒട്ടകങ്ങളുള്ളത്. ഒട്ടകങ്ങളൊക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് അലങ്കരിച്ച് നല്ല സീറ്റിംഗ് ഒക്കെ ആക്കിയിട്ടാണേ. ഉപ്പുപാടം കണ്ടില്ലേ? ഇതാകെ ശരിക്കും പറഞ്ഞാൽ എന്തോ പ്രശ്നമുണ്ട്. സാധനം ഇതൊക്കെ വറ്റി ശരിക്കും ഉപ്പിൻ്റെ മുകളിലൂടെ നമുക്ക് നടക്കാൻ പറ്റും. ഇവിടെ വെള്ളം ശരിക്കും വറ്റിയിട്ടില്ല. എന്തോ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രശ്നമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഒട്ടകത്തിന് പുറത്തേ കയറണുണ്ടോ? ആ വാ, കാണില്ല. അതെ അതെ, ക്യാമൽസ് ആണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആകർഷണം കേട്ടോ. ആകെ ചെണ്ടയും വാദ്യമേളവും ഒക്കെ കൂടിയിട്ടുള്ള ആകെ ഒരു ബഹളമാണ് ഇവിടെ. ഇതവിടെ ചെണ്ടയാണേ, വാദ്യമേളങ്ങളോ. അടിപൊളി.
ഇതാണ് കച്ച് ഉത്സവം നടക്കുന്ന റാൻ ഓഫ് കച്ചിലെ പ്രധാനപ്പെട്ട ഉത്സവ സ്ഥലം. ഇവിടെ ഒരു വ്യാപാരമേളയാണ്. അപ്പോൾ സരസ് വ്യാപാരമേള നമ്മുടെ നാട്ടിലേക്ക് ഉണ്ടാവാറില്ല, അതുപോലത്തെ ഒരു വ്യാപാരമേളയാണ്. ഗുജറാത്ത് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവമാണ്. വൈകുന്നേരം എന്താ കുറച്ച് കൾച്ചറൽ പരിപാടി, കച്ചറ പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കാണണം. പിന്നെ ഇവിടെ വേണമെങ്കിൽ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. ഹാൻഡിക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങളൊക്കെ ധാരാളമായിട്ടുണ്ട്. ഇതാണ് ആ ഏരിയ. നല്ല വെയിലാണ്. ഇവിടെ ഒരുപാട് പവലിയൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രസമല്ലേ അല്ലേ? ആർട്ട് വർക്കൊക്കെ ചെയ്തിട്ട് കൊടിതോരണങ്ങളൊക്കെ തൂക്കി നല്ല ഭംഗിയാക്കിയിട്ടുണ്ടേ. ഇതേ ഒരു മനുഷ്യൻ രൂപം. ആഹാ, നല്ലൊരു ഷൂ വല്ല തോണി പോലെ ആക്കി വെച്ചതുണ്ടോ നിങ്ങള്? छोटा नहीं पड़ेगा ना धोने के बाद? नहीं सर बात कोई नहीं सर, नहीं हुआ। कब ठंडा आ गया? മനോഹരമായ കവാടങ്ങൾ. ഇത് ഇവിടുത്തെ ഒരു ക്രാഫ്റ്റ് ബസാറാണ് കേട്ടോ. ശക്തി ക്രാഫ്റ്റ് ബസാർ. വെറുതെ കയറി നോക്കാം.
ഈ ധാന്യങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. ദൈവങ്ങളുടെ രൂപങ്ങളൊക്കെ അവിടെ അതുണ്ടാക്കിക്കൊണ്ട് അതിൻ്റെ ധാന്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഉപ്പുപാട ലക്ഷ്യമാക്കിയിട്ട് പോവുകയാണ്. ഇവിടെയൊക്കെ ധാരാളം ആളുകളുണ്ട് കേട്ടോ. നല്ല കാറ്റുണ്ട്, വെയിലൊക്കെ കുറഞ്ഞപ്പോൾ നല്ല സുഖമുണ്ട്. നേരത്തെ ഒരു വല്ലാത്തൊരു വെയിലിൻ്റെ ഒരു അസ്വസ്ഥ ഉണ്ടായിരുന്നു. ഇത് മുഴുവൻ ചളിയാട്ടോ, കണ്ടോ? ഈ ചളിയിലാണ് ആളുകൾക്ക് പോയി നിൽക്കുന്നത് കേട്ടോ. ഇവിടെ എത്തിയ ആളുകളെല്ലാം ഫെസ്റ്റിന് വേണ്ടിയിട്ട് വന്നതാണ്. പലതരം പരിപാടിയാണ്. എന്താ ഭംഗിയല്ലേ! അന്യായ തിരക്കാണ് കേട്ടോ, അന്യായ തിരക്കാണ്. അല്ല സാധാരണ പക്ഷെ നവംബറിൽ വന്ന് എത്രയും കിട്ടില്ലായിരുന്നു എനിക്ക് തോന്നുന്നത്. നിറയെ ആളുകളാണ് കേട്ടോ. ഈ ഫെസ്റ്റിന് വന്നവര് ഏറെക്കുറെ എല്ലാവരും ഇവിടെ വന്നിരിപ്പുണ്ടേ. അവിടെയൊക്കെ ഡാൻസ് കളൊക്കെ. ഇന്നലെ നമ്മൾ ഇതേപോലെ ഒരു ഡാൻസ് ചെയ്യിച്ചിരുന്നു. അത് ആ ക്യാമറ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് നമ്മളൊരു കറങ്ങുന്ന സാധനമാണ്, അതിൽ കിടന്നിട്ട് ഡാൻസ് ചെയ്തോളാം. ഇതാണ് സംഭവം. ഉണ്ടോ? ആ ക്യാമറ ഇങ്ങനെ കറങ്ങാണേ. ഒക്കെ വേഷമൊക്കെ ഇട്ടിട്ടേ പിള്ളേർ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണം. കൃഷ്ണൻ ഉപ്പ് കണ്ടില്ലേ? ഉപ്പ്, ആ വെള്ളമാണ് ഉപ്പ് കേട്ടോ. ഇവിടെ നിറയെ വെള്ളം ഉണ്ടായിരുന്നു. ഒരു മാസം മുമ്പൊക്കെ ഇവിടെ നിറയെ വെള്ളം ഉണ്ടായ സ്ഥലമാണ്. നമ്മൾ ഇന്നലെ പോയില്ലേ, അവിടെയൊക്കെ വെള്ളം കണ്ടില്ലേ? ഉണ്ടോ? ഇത് ഉപ്പാണ് കേട്ടോ. അത് എടുക്കണ്ട കേട്ടോ, അത് അത്ര പർച്ചേസിങ് ആണ്. ഇവിടുത്തെ ആ പരമ്പരാഗത വേഷം ധരിപ്പിച്ച് നമ്മളോരോ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ കണ്ടില്ലേ, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ ധരിപ്പിച്ചിട്ടുള്ളത്. ഇത് ഗുജറാത്തി സ്റ്റൈലാണ്. കൃഷ്ണവേഷമാണ്, കൃഷ്ണവേഷം. അത് കഴിച്ചാണ്. यहाँ पर मुझे लोन से मुक्ति के उपाय मिले। इंस्टॉल नाउ पे क्लिक करो और अभी सीखो ऐप डाउनलोड करो. يا اخي تفوز تفوز والله خوش يا اخي تفوز تفوز എവിടെ നോക്കിയാൽ നല്ല കളർഫുൾ ആണ്. ഈ വേഷമാണ് ഇവിടുത്തെ ഒരു വെറൈറ്റി സംഭവം. ആ ഡാൻസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാലേ പിന്നെ ഈ
ഉപ്പുപാടത്തെത്തിയത്. പക്കാ വൈറ്റ് സാൻഡ്, ഉപ്പ്, മണൽ. ശ്രദ്ധിച്ച് നടന്നാൽ ചിലപ്പോൾ സ്ലിപ്പായി താഴെ വീഴും. ഉണ്ടോ, പക്കാ വൈറ്റ്, ചില ഉപ്പ്, നിറയെ ഉപ്പാണേ. എവിടെ നോക്കിയാലും കുറേ കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വെള്ളമാണ് ഇരിക്കും തോന്നുന്നു. ആ വൈറ്റിൻ്റെ അപ്പുറത്തൊക്കെ വെള്ളമാണ്. അത് വറ്റിയിട്ടാണ് പിന്നെ ഒരു മാസം മുന്നേ വരെ ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു. സൂര്യൻ അസ്തമിക്കാൻ പോണു. സൂര്യൻ അസ്തമിക്കാൻ പോണ കാഴ്ചയാണ് കേട്ടോ. അതിമനോഹരമായ കാഴ്ചയാണ് ഒരു സൈഡിൽ കാണുന്നത്. कहानी संस्कृति इतिहास शौर्य और उल्लास आपसे निवेदन है किशोर साइलेंट मोड या फिर स्विच ऑफ तो फिर करते हैं शुभारंभ. മറ്റേ പാട്ട് ഒന്ന് തിരിച്ച് ഞങ്ങളെ കൂടി ഒന്ന് എടുക്കണം. ഓഡിയൻസും കൂടി സെൽഫി ഇനി അതാണ് അവിടെ എല്ലാം ഉണ്ട് അല്ലേ? അവിടെ എല്ലാം ഉണ്ട്. ഇത് ഇതിനായിട്ട് ചെയ്താണോ അത്? അല്ല, ബിൽഡിംഗ് അല്ല, സ്ക്രീൻ ചെയ്തേക്കും അതിനായിട്ട്. അല്ല, ബിൽഡിംഗ് ഒന്നും ഇല്ല ഇവിടെ. ഇല്ല, സ്ക്രീൻസ് ആണ്. ഇത് ഇതിനായിട്ട് ചെയ്തേക്കുന്നത്. एक माँ कहानी 5000 साल पुरानी हड़प्पा सभ्यता और हड़प्पा से जुड़े स्थलों में से छठा सबसे बड़ा स्थल है उत्तरी कच्छ में खडीर द्वीप पर स्थित धौलावीरा. शानदार नगर आयोजन और शिल्प कौशल की एक बेजोड़ मिसाल.